നമ്മൾ നമ്മുടെ ഫോണിൽ ഇന്റർനെറ്റിലൂടെയും ഗൂഗിളിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട്, വീഡിയോ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഹിസ്റ്ററിയിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുക. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് പൂർണ്ണമായും ഡിലീറ്റ് ആയി പോകുന്നില്ല. ഫോണിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾ അവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള സെർച്ച് ചെയ്തതും കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നിന്നും പൂർണ്ണമായും എങ്ങനെ ഡിലീറ്റ് ചെയ്ത് വിടാം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ നമ്മൾ ഗൂഗിളിലൂടെയോ ക്രോമിലൂടെയോ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹിസ്റ്ററി എന്ന് തന്നെ കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾക്കത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന് കാണുന്നതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആൾ ടൈം എന്ന് സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ ആൾ ടൈം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഡിലീറ്റ് എന്ന് കൊടുക്കുകയാണ് പതിവ്. ഇവിടെ പാസ്വേഡും അതുപോലെ തന്നെ സേവ്ഡ് പാസ്വേഡും ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ. അതിനുശേഷം ഇവിടെ ഡിലീറ്റ് ഡാറ്റ എന്ന് കൊടുക്കുകയാണ് പതിവ്. ഓക്കെ, ഇത് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും ഇവിടെ ഡിലീറ്റ് ആയി പോകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ഡിലീറ്റ് ആയി പോകുന്നില്ല. ഇതെല്ലാം തന്നെ വേറൊരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. ഫോണിനെ പറ്റി കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾ അതിനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളും കണ്ട കാര്യങ്ങളും എന്ന് വേണ്ട നമ്മൾ ഫോണിൽ ചെയ്ത് പല കാര്യങ്ങളും അവർക്കത് കാണാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് വിടാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട്, അതായത് ജിമെയിൽ അക്കൗണ്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആ ജിമെയിൽ അക്കൗണ്ടിൽ താഴെ റെക്കമെൻഡ് അതുപോലെ തന്നെ ആൾ സർവീസ് എന്നുണ്ടാകും. നമുക്ക് വേണ്ടത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ജിമെയിൽ അക്കൗണ്ടിൻ്റെ തൊട്ടുപുറത്തായിട്ട് ഒരു ആരോ കാണുന്നില്ലേ, ആ ജിമെയിൽ അക്കൗണ്ടിൽ മേലെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ജിമെയിൽ അക്കൗണ്ട് നമ്മുടെ ഫോണിൽ എത്ര ജിമെയിൽ അക്കൗണ്ട് ആണോ ഉള്ളത് ആ ജിമെയിൽ അക്കൗണ്ടുകൾ മുഴുവൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ ചെയ്യാനായിട്ട് പോകും, നമ്മുടെ ഫോണിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ആ ജിമെയിൽ അക്കൗണ്ട് താഴെയായിട്ട് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ വെബ് അറ്റ് ആപ്പ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിവിടെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതാ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മാനേജ് ആൾ വെബ് അറ്റ് ആപ്പ് ആക്ടിവിറ്റി എന്നൊരു നീല കളറിൽ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത ഡിലീറ്റ് ചെയ്ത ആ സെർച്ച് ഹിസ്റ്ററി മുഴുവനുമായിട്ട് എന്താ ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടോ. ഇതിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ടുണ്ടാകും. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലും എത്ര കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതുകൂടെ നിങ്ങൾക്കൊരു ഗുണം കൂടിയുണ്ട് കേട്ടോ. നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ അത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ കിടക്കുന്ന സമയത്ത് ഇത് നമുക്ക് മറ്റുള്ള ആളുകൾ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ അവർ നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നതൊക്കെ കൃത്യമായി കാണാൻ പറ്റും. അതിനെയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഫിൽറ്റർ ബൈ ഡേറ്റ് അറ്റ് പ്രൊഡക്റ്റ് എന്നൊരു പ്രത്യേക ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കൂടി കാണാനായിട്ട് വരുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 1 അവർ അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ, ആൾവേസ്, കസ്റ്റമർ റേഞ്ച് എന്ന കുറച്ച് ഓപ്ഷൻസുകൾ കാണാനായിട്ട് പറ്റും. നമ്മൾ ചെയ്യേണ്ടത് ആൾവേസ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ഇത്രയും കാലം സെർച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ആൾ സെലക്ട് എന്ന് കൊടുക്കുക. ഈ ആൾ സെലക്ട് എന്ന് കൊടുത്താൽ എല്ലാത്തിലും തന്നെ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ആയി പോകേണ്ട, നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഒന്ന് ഇത്തരത്തിൽ ഒഴിവാക്കി കൊടുത്താൽ മതി. ഇത്തരത്തിൽ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം, ആ ഒരു വെബ്സൈറ്റ് എഡിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ പരമായിട്ടുള്ള ഒരു
സെർച്ച് ഹിസ്റ്ററിക്ക് അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഡിലീറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മുഴുവനുമായിട്ട് തന്നെ ഡിലീറ്റ് ആയി പോകും. ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ഞാൻ നിങ്ങൾക്കത് കൂടി കാണിച്ചു തരാം. ഇവിടെ ഡിലീറ്റ് എന്നതിൽ തന്നെ അമർത്തുക. അമർത്തിയതിന് ശേഷം ഇവിടെ കസ്റ്റം റേഞ്ച് എന്നൊരു ഓപ്ഷൻ കാണില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് സമയം, മന്ത്, അതുപോലെ തന്നെ ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എപ്പോൾ തൊട്ട് ഏത് സമയം മുതൽ ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ എന്നുള്ളത്, അതായത് ഏത് വർഷം മുതൽ ഏത് ഡേറ്റ് മുതൽ ഏത് മന്ത് മുതൽ ഏത് വർഷം വരയ്ക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്ത് വിടണം അത് നമുക്കിവിടെ മേലെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഏത് വർഷം വരയ്ക്കാണ് വേണ്ടത് അത് നമുക്കിവിടെ താഴെയും കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലും നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്ത് വിടാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്ന് വരും. ഞാൻ ഇപ്പോൾ ഇവിടെ വർഷമോ ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. അപ്പോൾ ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മളുടെ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടാകുന്ന ഗൂഗിളിലൂടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ഭാഗത്ത് കൂടി നമ്മൾ ഇതേപോലെ കിടക്കുന്നുണ്ട്, അത് നമുക്ക് എവിടെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മളുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ആൾ സൈറ്റ്സ് എന്ന് കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മുകളിൽ കാണുന്ന ആൾ ടൈം എന്നുള്ളതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്രൗസിംഗ് ഡാറ്റ, കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ, ക്യാഷ്, ഇമേജ് ആൻഡ് ഫയൽസ്, ഇതെല്ലാം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ടാബ്സ്, ഈ ടാബ്സും നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ടാബ്സുകൾ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു സൗകര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ സേവ്ഡ് പാസ്വേഡ്, നിങ്ങളതൊരിക്കലും ടിക്ക് മാർക്ക് കൊടുക്കരുത്. അത് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയില്ലെങ്കിൽ ആ ഒരു പാസ്വേഡ് കൊടുത്തത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ ക്രോം ബ്രൗസറിലൂടെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡുകളെല്ലാം തന്നെ ഡിലീറ്റ് പോകും. അപ്പോൾ നിങ്ങളത് ഒഴിവാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ സൈറ്റ് സെറ്റിങ്സ് എന്നുള്ളത് 4 ഭാഗത്ത് സൈറ്റ് സെറ്റിങ്സാണ് ഇവിടെ ഉള്ളതെങ്കിൽ അത് നിങ്ങൾ ആ സൈറ്റ് നിങ്ങൾ വെറുതെ വിടണമെങ്കിൽ, അതായത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കി കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഡിലീറ്റ് ഡാറ്റ എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുക്കുകയാണെങ്കിൽ അതോ എല്ലാം തന്നെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.